ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു കപ്പ് റവയുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റവ അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ 250 കപ്പിന് 1 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. റവ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാവുന്നതാണ്. കൂടെ ഇതിലേക്ക് 250 കപ്പിന് തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അല്പം ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ അങ്ങ് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. റവ ആയതുകൊണ്ട് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടൂല, ചെറിയൊരു തരിയോട് കൂടിയാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടതും. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 അച്ച് ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 250 കപ്പിന് തന്നെയാണ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പൊടിച്ചെടുത്ത പൊടിയിലേക്ക് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ടങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയൊരു ചൂടാണെങ്കിൽ കുഴപ്പമില്ല, വലിയ ചൂടോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഈ ശർക്കരപ്പാനി മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടകളൊന്നും കൂടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയേ. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 250 കപ്പിന് 1 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റായി കിട്ടും. ആ സമയത്ത് നമുക്കിതിലേക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റിന് മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പം റെസ്റ്റിന് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവ 10 മിനിറ്റും കൂടെ കുതിർന്നപ്പം ഈ ഒരു ടൈറ്റിലായിട്ടുണ്ട്. ഇത്രയും കട്ടി നമുക്ക് വേണ്ട. ഇതിലേക്ക് ഞാൻ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഉണ്ണിയപ്പച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം വെളിച്ചെണ്ണ എടുത്താൽ മതി. ഇതുപോലെ എല്ലാ കുഴിയിലും കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത ആ മാവ് ഓരോ കുഴിയിലും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് നിറച്ച് മാവ് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു സൈഡ് റെഡി ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മളിത് ചെയ്തെടുക്കാനേ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, നമുക്ക് ഉൾഭാഗം വേവാതെ കിട്ടും. അങ്ങനെ ഇതിപ്പം 2 സൈഡും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എല്ലാ കുഴിയിലും ഇതുപോലെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് റെഡിയായി കിട്ടിയതിന് ശേഷം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും കുക്കായതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.